നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രവാസികളേറെ അലട്ടിയിരുന്നതാണ് നാട്ടിൽ നിന്നും ഗൾഫിലേക്ക് വരുന്ന ടിക്കറ്റ് വില വർധന എന്നത്. വേനൽ പെരുന്നാൾ അവധി കഴിഞ്ഞതോടുകൂടി നാട്ടിൽ പോയ പ്രവാസികൾ തിരികെ എത്താൻ കാത്തിരിക്കുകയാണ്. എന്നാൽ ഇതിനു മുന്നേ തന്നെ വലിയൊരു വർധനയാണ് ടിക്കറ്റ് വിലയിൽ ഉണ്ടായത്. ഇതിനോടകം ആശങ്കയിലാകുകയാണ് പ്രവാസികൾ. ഇപ്പോഴിതാ വിമാന ടിക്കറ്റിൽ വലിയ വർധനവ് കാരണം ചെറിയ പൈസയ്ക്ക് ജോലി ചെയ്യുന്ന ഒരുപാട് പ്രവാസികൾ നാട്ടിൽ പോകാതെ കഴിയുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രവാസികൾക്ക് എയർ ഇന്ത്യയുടെ സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത്. സ്വാതന്ത്ര്യദിനം പ്രമാണിച്ച് എയർ ഇന്ത്യ UAE-യിൽ നിന്ന് കേരളത്തിലെ ഉൾപ്പെടെ ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് കുറച്ചിട്ടുണ്ട്. 330 ദിർഹത്തിന് ദുബായിൽ നിന്നും കേരളത്തിൽ എത്താൻ സാധിക്കും. വൺ ഇന്ത്യ വൺ ഫെയർ എന്ന പേരിലാണ് ഇതിന്റെ ഭാഗമായി ക്യാമ്പയിൻ നടക്കുന്നത്. നിരക്ക് കുറയ്ക്കാനും ഇത് തന്നെയാണ് കാരണമായി പറയുന്നത്. 330 ദിർഹത്തിന് ദുബായിൽ നിന്നും വരാൻ സാധിക്കുന്ന നഗരങ്ങളിൽ ഇതാണ്: കൊച്ചി, കോഴിക്കോട്, ചെന്നൈ, ബംഗളൂരു, മുംബൈ, ഗോവ, ഇൻഡോർ, ഹൈദരാബാദ് എന്നീ നഗരങ്ങളിലേക്കാണ് ചെറിയ പൈസയ്ക്ക് ദുബായിൽ നിന്നും വരാൻ സാധിക്കുക. കൂടാതെ ഷാർജയിൽ നിന്നും കോഴിക്കോട്ടേക്കും അബുദാബിയിൽ നിന്നും മുംബൈയിലേക്കും ഈ നിരക്ക് തന്നെയാണ് എയർ ഇന്ത്യ ഈടാക്കുന്നത്. ഈ മാസം 21 മുതൽ നിരക്ക് കുറഞ്ഞ ടിക്കറ്റുകൾ ലഭിക്കുന്നതായിരിക്കും. ഒക്ടോബർ 15 വരെ യാത്ര ചെയ്യാൻ സാധിക്കുന്ന തരത്തിലാണ് ടിക്കറ്റ് നിരക്ക് കുറച്ചിരിക്കുന്നത്. കൊണ്ടുപോകാൻ സാധിക്കുന്ന ബാഗേജ് അലവൻസ് 35 കിലോയാണ്. നേരിട്ട് പോകുന്ന വിമാനങ്ങൾക്ക് മാത്രമേ ഈ നിരക്ക് ബാധകമാകുകയുള്ളൂ എന്ന് അധികൃതർ അറിയിച്ചു. ദുബായിലേക്കല്ലാതെ മറ്റു നഗരങ്ങളിലേക്കും കുറഞ്ഞ നിരക്കിൽ വൺ ഇന്ത്യ വൺ ഫെയർ സേവനമുണ്ടെന്നും എയർ ഇന്ത്യ അറിയിച്ചു. സൗദി, ഖത്തർ, ഒമാൻ, കുവൈറ്റ്, ബഹ്റൈൻ എന്നീ രാജ്യങ്ങളിലേക്കാണ് കുറഞ്ഞ നിരക്കിൽ സർവീസുകൾ ആരംഭിക്കാൻ എയർ ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. ഒമാനിൽ നിന്നും 36.1 റിയാൽ, സൗദിയിൽ നിന്നും 500 റിയാൽ, ഖത്തറിൽ നിന്നും 499 റിയാൽ, ബഹ്റൈനിൽ നിന്നും 60.3 ദിർഹം, കുവൈറ്റിൽ നിന്നും 36.65 ദിനാർ എന്നിങ്ങനെയാണ് നിരക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി www.airindia.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അതേസമയം മുംബൈയിൽ നിന്ന് ബഹ്റൈനിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസുകൾക്ക് തുടക്കം കുറിച്ച് ഇൻഡിഗോ എയർലൈൻ. ഉദ്ഘാടന സർവീസായി ബഹ്റൈൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ വിമാനത്തെ റൺവേയിൽ നിന്ന് ടെർമിനലിലേക്ക് വാട്ടർ സല്യൂട്ട് നൽകി സ്വീകരിച്ചു. ബഹ്റൈൻ എയർപോർട്ട് കമ്പനിയുടെയും ഇൻഡിഗോയുടെയും വേൾഡ് ട്രാവൽ സർവീസിന്റെയും പ്രതിനിധികൾ ചേർന്നാണ് ആദ്യ വിമാനത്തിലെ യാത്രക്കാരെ സ്വീകരിച്ചത്. ഇന്ത്യയും ബഹ്റൈനും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധം കൂടുതൽ ശക്തമാക്കാൻ ഇൻഡിഗോയുടെ പുതിയ സർവീസിന് സാധിക്കും. പുതിയ പാസഞ്ചർ ടെർമിനൽ തുറന്നതോടെ കൂടുതൽ വിമാന കമ്പനികളെ സ്വീകരിക്കാൻ തങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞതായി ബഹ്റൈൻ എയർപോർട്ട് കമ്പനി ചീഫ് കൊമേഴ്സ്യൽ ഓഫീസർ ഐമാൻ സൈനൽ പറഞ്ഞു. വ്യാപാര ആവശ്യങ്ങൾക്കും വിനോദയാത്രകൾക്കും ഉൾപ്പെടെ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ യാത്ര ചെയ്യുന്നവർക്ക് പുതിയ സർവീസ് കൂടുതൽ സൗകര്യപ്രദമായിരിക്കുമെന്നും ഐമൻ സൈനൽ പറഞ്ഞു. അതേസമയം തങ്ങളുടെ 25ാമത്തെ അന്താരാഷ്ട്ര ഡെസ്റ്റിനേഷനായി മാറിയതായി ഇൻഡിഗോ ചീഫ് സ്ട്രാറ്റജി ആൻഡ് റവന്യൂ ഓഫീസർ സഞ്ജയ് കുമാർ പറഞ്ഞു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.